Okay, listen, next problem. Show that the middle term in the expansion of 1 plus x all raised to 2n is 1 into 3 into 5 into etc. up to 2n minus 1 divided by n factorial into 2 raised to n into x raised to n, where n is a positive integer. Or n is a positive integer. Okay. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1 പ്ലസ് എക്സ് റേസ് ടു 2n എന്ന് പറയുന്നതിൻ്റെ മിഡിൽ ടേം ഇതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ നമുക്ക് സാധാരണ ബേസിക്കായി മിഡിൽ ടേം എന്ന് പറയണത് ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ജനറൽ ടേം എഴുതാം, എന്നാൽ പിന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഒഴിവാക്കാം. 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 2n എന്ന് പറയുന്നതിൻ്റെ ജനറൽ ടേം ടി ആർ പ്ലസ് 1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എൻ സി ആർ എക്സ് റേസ് ടു എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ഇതല്ല ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കട്ടോ. അപ്പോൾ ഇവിടെ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ പവറിൽ എന്താണ്? 2n ആണ്. അപ്പോൾ 2nCr. എന്റെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ 1 റേസ് ടു 2n മൈനസ് ആർ. ബിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, അപ്പോൾ എക്സ് റേസ് ടു ആർ. അപ്പോൾ ടി ആർ പ്ലസ് 1 ഇക്വേഷൻ എന്താണ്? 2nCr. 1ന്റെ പവറിൽ എന്ത് വന്നു കഴിഞ്ഞാലും 1 ആണ്, അപ്പോൾ 2nCr എക്സ് റേസ് ടു ആർ. ഇതാണ് ഇക്വേഷൻ, ജനറൽ ടേം. അപ്പോൾ ജനറൽ ടേമിനുള്ള എക്സ്പ്രഷൻ നമ്മൾ ആദ്യം ഒന്നാണ് കണ്ടുവെക്കുക എല്ലാ പ്രോബ്ലത്തിലും. ഇപ്പോൾ ഇത് മിഡിൽ ടേം ആയിക്കോട്ടെ, ജനറൽ ടേം ആയിക്കോട്ടെ, ഇത്രാമത്തെ ടേം എന്ന് പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞോട്ടെ, ജനറൽ ടേം ആദ്യം ഒന്നാണ് കണ്ടുവെക്കുക. എന്നാൽ പിന്നെ കുറേയൊക്കെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ മിഡിൽ ടേം നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം ഇപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുക? എത്രാമത്തെ ടേമാണ് മിഡിൽ ടേം എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എത്രാമത്തെ ടേം ആയാലും ആ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കുമ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഇല്ലേ? കേസ് 1ഉം കേസ് 2 ഇല്ലേ? അതായത് എന്നിൻ്റെ വാല്യൂ, പവറിലുള്ള ഇൻഡെക്സിൻ്റെ വാല്യൂ ഓഡാവാം ഈവൺ ആവാം. ഈവൺ ആണെങ്കിൽ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, ഓഡാണെങ്കിൽ 2 മിഡിൽ ടേം ഉണ്ടാവും. ശരിയല്ലേ? എന്നിൻ്റെ വാല്യൂ, അതായത് ഇൻഡെക്സിലുള്ള വാല്യൂ ഈവൺ ആണെങ്കിൽ ഒറ്റ മിഡിൽ ടേം, അതെന്താ? n/2 പ്ലസ് 1th ടേം. ശരിയല്ലേ? എന്നിൻ്റെ ഇൻഡെക്സിലുള്ള വാല്യൂ ഈവൺ ആണെങ്കിൽ, ഓഡാണെങ്കിൽ 2 മിഡിൽ ടേം ഉണ്ടാവും. ഏതൊക്കെയാണ് 2 മിഡിൽ ടേം? n+1/2th ടേം ആൻഡ് n+1/2 പ്ലസ് 1th ടേം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഏതാണ് കേസ്? n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ? ശ്രദ്ധിക്കട്ടാ, n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. n പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിലേ 2n എന്ന് പറയുന്നത് ഈവൺ നമ്പർ തന്നെ ആയിരിക്കൂലേ? 2n എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആയിരിക്കൂലേ? ഓഡ് നമ്പർ വരൂലല്ലോ. 2 × n എന്ന് പറയുമ്പോൾ എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇവിടെ പവറിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, n എന്ന് പറയുന്നത് ഇൻഡെക്സിലുള്ളത് ഈവൺ നമ്പർ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, ഇൻഡെക്സിലുള്ളത് ഈവൺ നമ്പർ ആണെങ്കിൽ n/2 പ്ലസ് 1th ടേം ആണ് മിഡിൽ ടേം അല്ലേ? ഇൻഡെക്സിലുള്ള വാല്യൂ n ആണെങ്കിൽ, അത് ഈവൺ ആണെങ്കിൽ n/2 പ്ലസ് 1th ടേം ആണ് മിഡിൽ ടേം. അപ്പോൾ ഇവിടെ ഉള്ളത് മിഡിൽ ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേം ഈസ് ഈക്വൽ ടു, ഇവിടെ n-ന്റെ സ്ഥാനത്ത് പവറിൽ എന്താ? 2n അല്ലേ? അപ്പോൾ 2n/2 പ്ലസ് 1th ടേം, ദാറ്റ് ഈസ് 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ n+1th ടേം. n+1th ടേം ക്ലിയർ അല്ലേ? അപ്പോൾ n+1th ടേം ആണ് മിഡിൽ ടേം എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം n+1th ടേം എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് കിട്ടേണ്ടത് നോക്കട്ടോ, ശ്രദ്ധിക്കട്ടോ. അപ്പം നമുക്ക് മിഡിൽ ടേം ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, മിഡിൽ ടേം ഇസ് ഈക്വൽ ടു tn+1, n+1th ടേം ആണ്. അപ്പം ഇവിടെ r+1, n+1. അപ്പോൾ ഇവിടെ r ആണ്, ഈ n-ന്റെ സ്ഥാനത്ത് r കൊടുത്താൽ മതി, r-ന്റെ സ്ഥാനത്ത് n കൊടുത്താൽ മതി ഇവിടെ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ n+1 ആണിത്. n+1 എന്ന് 1 പോയാൽ എത്രയാ? n അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ r-ന് പകരം n കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2nCr, r-ന് പകരം n.
ഇൻറ്റു എക്സ് റേസ് ടു ആർ എക്സ് റേസ് ടു എൻ എന്ന് വരും. ഇത് എഴുതിയ മനസ്സിലായോ? n+1 r+1th ടേം എന്ന് പറഞ്ഞാൽ 2n cr ഇൻറ്റു എക്സ് റേസ് ടു ആർ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ടി n+1th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആറിന്റെ സ്ഥാനത്ത് n അല്ലേ വന്ന്, ശരിയല്ലേ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസ് എന്താ, നമ്മൾ ജനറൽ ടേം പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണോ അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അത് ഇവിടെ എഴുതിയാൽ മതി, ആറാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ n+1 ആണ്, അപ്പൊ അതിൽ നിന്ന് ഒന്ന് കുറച്ച് n ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ആറിന് പകരം. ക്ലിയർ? ഗോട്ട് ഇറ്റ്? അപ്പൊ ഇവിടെ ഇനി ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ടേം 2n cn എക്സ് റേസ് ടു n. ക്ലിയർ? ഇനി നല്ലോണം ശ്രദ്ധിക്കട്ടോ, ഇനി നല്ലോണം ശ്രദ്ധിക്കുക. അപ്പൊ ഇതല്ല നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഇപ്പൊ ഇവിടെ ഇത് കിട്ടി, ഇതിലോട്ട് എത്തിക്കണം. നമ്മൾ എങ്ങനെ എത്തിക്കും നോക്കാം. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് എക്സ് റേസ് ടു n എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടോ? എക്സ് റേസ് ടു n ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മനസ്സിലായി? ബാക്കി 2n cn നമുക്ക് ഈ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പൊ ഞാനേ ഇതിനൊന്ന് മാറ്റി ചെയ്തപ്പോൾ NCR എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n ഫാക്ടോറിയൽ എന്ന് എഴുതാം. എക്സ് റേസ് ടു n ദാറ്റ് ഈസ് 2n ഫാക്ടോറിയൽ. നല്ലോണം ശ്രദ്ധിക്കട്ടോ, ഈ 2n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2n ഇൻറ്റു, നല്ലോണം ശ്രദ്ധിക്കട്ടോ, വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച് 2n ഒന്ന് കുറയ്ക്കുക, 2n മൈനസ് 1 അങ്ങനെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. 2n ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു എറ്റ്സെട്ര അപ് ടു 2n മൈനസ് 1 വരും ഇൻറ്റു 2n വരെ വരണം, ശരിയല്ലേ? അതായത് 1 2 3 അപ് ടു 2n വരെ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ 2n ഫാക്ടോറിയൽ. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n ദാറ്റ് ഈസ് ഓൾസോ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n. ഇതാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ശ്രദ്ധിക്കട്ടോ, ഇനി ആ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയുള്ളത് 1 3 5 മാത്രമേ ഉള്ളൂ, ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും കൂടെ സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ഓഡ് നമ്പേഴ്സ് എടുക്കാട്ടോ. 1 3 5 എറ്റ്സെട്ര അപ് ടു ഈ 2n എന്ന് പറയുന്ന ഈവൺ നമ്പർ അല്ലേ? അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 2n മൈനസ് 1 ഓടായിരിക്കൂലേ? അപ്പോൾ അവിടെ 2n മൈനസ് 1 വരെ വരും. ഓക്കെ, ഇത് ഇത്രയും ഓഡ് നമ്പറാണ്. ഇനി ഈവൺ നമ്പർ ഏതായിരിക്കും? 2 ഇൻറ്റു, ഇപ്പം ഇത് ഇത്രയും ഓഡ് നമ്പർ. ഇനി ഈവൺ നമ്പർ ഏതൊക്കെ വരിക? ബാക്കി ഏതൊക്കെ ഇവിടെ ഉണ്ടാവുക? 2 4 6 8 എറ്റ്സെട്ര അപ് ടു 2n വരെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n. ഇവിടെ എക്സ് റേസ് ടു n ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നല്ലോണം ശ്രദ്ധിക്കട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എറ്റ്സെട്ര അപ് ടു 2n മൈനസ് 1 ഇൻറ്റു, ഇനി ഇതിൽ നിന്ന് ഞാൻ എല്ലാത്തൊന്നും ഞാനേ നല്ലോണം ശ്രദ്ധിക്കുക. ഈ 2നെ 2 എന്ന് എഴുതാണ്, അല്ലെ 2 ഇൻറ്റു 1 എന്ന് എഴുതാണ്. ഈ 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതാണ്. 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതാണ്. 8നെ അതേപോലെ 2 ഇൻറ്റു 4 എന്ന് എഴുതാം. 2nനെ 2 ഇൻറ്റു n എന്ന് എഴുതാണ്. ഓക്കെ, all divided by n factorial into n factorial x raised to n. സംശയമൊന്നുമില്ലല്ലോ? 2 ഇൻറ്റു 4, ഈ 4ന് പകരം 2 ഇൻറ്റു 2 എഴുതി, 6ന് പകരം 2 ഇൻറ്റു 3 എഴുതി, പ്രശ്നമല്ലോ. 8ന് പകരം 2 ഇൻറ്റു 4 എഴുതി, അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നല്ലോണം ശ്രദ്ധിക്കട്ടോ, 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എറ്റ്സെട്ര അപ് ടു 2n മൈനസ് 1 ഇൻറ്റു, ഇവിടെ ഈ 2 ഒക്കെ ഞാൻ മൾട്ടിപ്ലൈ ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എല്ലാത്തിലും 2 ഉണ്ടാവില്ലേ? ആ 2 ഒക്കെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര 2 ഉണ്ടാവും? ഇത് ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്, ഇടയിലെ അഡീഷൻ ഒന്നും അല്ലല്ലോ, ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് മൊത്തം 2n നമ്പേഴ്സാണ് ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പോൾ ഇത് കണ്ടോ, ഈ 1 2 3 4 5 എറ്റ്സെട്ര അപ് ടു 2n മൊത്തം 2n നമ്പേഴ്സ് ഉണ്ടാവും. അത് കറക്റ്റ് ഈവൺ നമ്പർ അല്ലേ ഉണ്ടാവുക? അപ്പം അതിനകത്ത് പകുതി n നമ്പേഴ്സ് ഓഡ് ആയിരിക്കും, n നമ്പേഴ്സ് ഈവൺ ആയിരിക്കും, ശരിയല്ലേ?
അതായത് മൊത്തം 2n നമ്പേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ 135 കണ്ടോ, ഇവിടെ നമ്മളെ ഇപ്പൊ 135 up to 2n minus 1 അത് മൊത്തം കൂട്ടിയാൽ n നമ്പേഴ്സ് ഉണ്ടാവും. ഇതും n നമ്പേഴ്സ് ഉണ്ടാവും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2n നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അതാണ് ഈ 2n നമ്പേഴ്സ് ഇവിടെ. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 2 into 2 into 2 into എത്ര 2 ഉണ്ടാവും? n ടൈംസ് ഉണ്ടാവും. അപ്പൊ ആ 2n ടൈംസ് ഉള്ള 2 എന്ത് ചെയ്താൽ നമുക്ക് 2 raised to n, അതായത് 2 into 2 into 2 into 2 into 2 into n ടൈംസ് വരുമ്പോൾ 2 raised to n അല്ലേ? അതെ. അപ്പൊ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? 1 into 2 into 3 into etc up to n എന്നുണ്ടാവും. ക്ലിയർ? ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ into n ഫാക്ടോറിയൽ into x raised to n. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 3 into 5 into etc up to 2n minus 1 into 1 into 2 into 3 into 4 etc up to n എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ അല്ലേ? അല്ലേ? അതെ. ഇൻറ്റു 2 raised to n എന്ന് ഞാൻ പുറത്തേക്ക് എടുത്ത് എഴുതാണ്. ഇൻറ്റു x raised to n പുറത്തേക്ക് എടുക്കല്ലേ, ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആണ്, എവിടെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് വരും. ഇവിടെ ഒരു n ഫാക്ടോറിയലും n ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് നോക്കിയേ. മിഡിൽ ടേം ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ കിട്ടിയത്? 1 into 3 into 5 into etc up to 2n minus 1 divided by n factorial into 2 raised to n into x raised to n. ഇതാണ് മിഡിൽ ടേം കിട്ടിയത്. അതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് നോക്കിയേ, അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, വലിയ സംഭവമൊന്നുമില്ല. നമ്മളിതിങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം എന്താ ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ജനറൽ ടേം കണ്ടുപിടിച്ചു കേട്ടോ. എന്നിട്ട് മിഡിൽ ടേം എത്രാമത്താന്ന് കണ്ടുപിടിച്ചു? അത് n+1th ടേം ആണ്. അപ്പോൾ ആ ജനറൽ ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇനി 2n എന്ന് പറയുന്നത് ncr എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. ശരിയല്ലേ? ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനെ നമ്മൾ മാറ്റി എഴുതി. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n ഫാക്ടോറിയൽ. ഈ 2n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 into 3 into 4 into 5 into 6 into up to 2n വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n എന്ന് പറഞ്ഞാൽ ഓൾറെഡി n ഫാക്ടോറിയൽ ഇൻറ്റു x റേസ് ടു n. ക്ലിയർ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ടേമിൽ നോക്കിയ കണ്ടുപിടിക്കാൻ പ്രൂവ് ദാറ്റാണ്, ഷോ ദാറ്റാണ്. ദാറ്റ് മീൻസ് ആ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എത്തണം. ആ എത്തണമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ നോക്കിയാൽ 1 3 5 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഞാനിതിനെ ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ 1 2 3 4 5 up to 2n വരെ ഉള്ളത്, അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇത് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 2n നമ്പേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓഡ് നമ്പറും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഈവൺ നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ഫുള്ള് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ അത് എവിടെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടാവും? n നമ്പേഴ്സ് ഉണ്ടാവും. ഈവൺ നമ്പേഴ്സ് എത്ര ഉണ്ടാവും? n നമ്പേഴ്സ് ഉണ്ടാവും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2n നമ്പേഴ്സ് ഉണ്ടാവും മൊത്തം. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? 2നെ 1 into 2 എന്ന് എഴുതാം, 4നെ 2 into 2, 3നെ 6നെ 2 into 3, 8നെ 2 into 3, 2 into 4, 10 ഉണ്ടാവും അപ്പുറത്ത്, അത് 2 into 5 ആണ്, അപ്പുറത്ത് 12 ഉണ്ടാവും, ദാറ്റ് ഈസ് 2 into 6 ആണ്. അപ് ടു 2n-നെ 2 into n എന്ന് എഴുതി. ഇതിനകത്തുള്ള എല്ലാ 2ഉം കൂടെ ഞാൻ മൾട്ടിപ്ലൈ ആണ് കേട്ടോ. 2 into 2 into 2 into 2 into 2 into അവിടെ ലാസ്റ്റ് n വരെ 2 ഉണ്ട്. മൊത്തം എത്ര 2 ഉണ്ടാവും? മൊത്തം n2 ഉണ്ടാവും അല്ലേ? n ടൈംസ് വരും. അപ്പോൾ 2 into 2 into 2 into അതായത് 2 into 2 രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 2 raised to 2 അല്ലേ? ഇനി 2 into 2 into 2 മൂന്ന് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 3 അല്ലേ? 2 into 2 into 2 into 2 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 4 അല്ലേ? അതേപോലെ n ടൈംസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് വരും? 2 raised to n എന്ന് വരും. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, അപ് ടു n ഉണ്ടാവും. ഈ ടേം എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ് അല്ലേ? 1 into 2 into 3 into 4 into 5 into etc അപ് ടു n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. ഈ n ഫാക്ടോറിയലും n ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ ഉണ്ടാവുക 1 into 3 into 5 into etc up to 2n minus 1 divided by n factorial into 2 raised to n into x raised to n. That is the middle term. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം.
find the coefficient of x raised to 6 into y cube in the expansion of x plus 2y the whole raised to 9. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഈ എക്സ്പാൻഷനിൽ എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ, ആദ്യം എക്സ് പ്ലസ് 2y ദ ഹോൾ റേസ് ടു 9 എന്ന് പറയുന്ന ടേം നോക്കുക. ഈ ടേമിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ ഫുള്ള് 9 10 ടേം വരും, ശരിയല്ലേ? ഈ 10 ടേം ഫുള്ളായിട്ട് എഴുതലൊന്നും ഇപ്പോൾ നടക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജനറൽ ടേം എഴുതാം. ജനറൽ ടേം ടി ആർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ, ശരിയല്ലേ? ഇവിടെ അപ്പോൾ ഇവിടെ ടി ആർ പ്ലസ് 1 ടേം എന്തായിരിക്കും, എൻ സി ആർ. എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 9 അല്ലേ? അപ്പം 9 സി ആർ. എന്റെ വാല്യൂ എന്താണ്, എക്സ് ആണ്. അപ്പോൾ എക്സ് റേസ് ടു 9 മൈനസ് ആർ. ബിന്റെ വാല്യൂ 2y ആണ്. അപ്പോൾ 2y റേസ് ടു ആർ എന്ന് വരും. അപ്പോൾ ഇവിടെ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 9 സി ആർ ഇൻറ്റു എക്സ് റേസ് ടു 9 മൈനസ് ആർ. ഈ 2y റേസ് ടു ആറിന് നമുക്ക് എന്ത് എഴുതാം, 2 റേസ് ടു ആർ ഇൻറ്റു വൈ റേസ് ടു ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 9 സി ആർ ഇൻറ്റു 2 റേസ് ടു ആർ എക്സ് റേസ് ടു 9 മൈനസ് ആർ വൈ റേസ് ടു ആർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഏത് ടേമിൻ്റെ ആണ്, എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. എക്സ് റേസ് ടു 6 വരണം, കാരണം 9 മൈനസ് 6 കണ്ടാ, 9 മൈനസ് 6 അത് 6 ആവണം. വൈ റേസ് ടു 6 അത് 3 ആവണം, ശരിയല്ലേ? അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ത് വരണം, ആലോചിച്ച് നോക്ക്, 3 വരണം, ശരിയല്ലേ? അത് 3 വന്നു കഴിഞ്ഞാൽ ക്ലിയർ, നല്ലോണം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു 3 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കട്ടോ. കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ റേസ് ടു ആർ വൈ റേസ് ടു 3, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും, 9c3 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് വരും. ക്ലിയർ അല്ലേ? നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലാണ്. അവിടെ അതായത് ഈ ടേമിന്റെ അപ്പുറത്ത് വരുന്ന കോൺസ്റ്റൻസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് കോയിഫിഷ്യൻ്റ് എന്ന് പറയാം. ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് എന്ന് പറയുകയാണെങ്കിൽ 9cr മാത്രമാണ്, മനസ്സിലായോ? ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് NC0, NC1, NC2, NC3 അത് ആ ഒരു ടേമിനെയാണ് നമ്മൾ ബൈനോമിയൽ കോയിഫിഷ്യൻ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിന്റെ ഇപ്പുറത്ത് വരുന്ന കോൺസ്റ്റൻസ് എല്ലാം കൂടെയാണ് കോയിഫിഷ്യൻ്റ്. ക്ലിയർ? അപ്പൊ 9c3 കണ്ടുപിടിച്ചാലോ? 9c3 എങ്ങനെ കണ്ടുപിടിക്കുക, 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ക്ലിയർ അല്ലേ? 3 ടേം എഴുതണം. ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 8 ആണ്. അപ്പൊ ഇവിടെ 2ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 വരും, 3ഉം 9ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. അപ്പൊ ബാക്കിയുള്ള വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. That is 3 into 4 into 7 into 8. That is 672. That is the answer. 672. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ 672 ആണ് എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ്, ശരിയല്ലേ? അത് നമുക്ക് എങ്ങനെ കിട്ടിയത്, നമ്മൾ ജനറൽ ടേം കണ്ടുപിടിച്ചു. ഇവിടെ എക്സ് റേസ് ടു 6 വരണം, വൈ ക്യൂബ് വരണം. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും, 3 വരണം, ശരിയല്ലേ? ആറിൻ്റെ വാല്യൂ 3 വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ 3 വന്നു കഴിഞ്ഞാൽ ഫോർത്ത് ടേം T4 ആയിരിക്കും. T4th ടേം എന്തായിരിക്കും, ഈ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 672 ഇൻറ്റു എക്സ് റേസ് ടു 9 മൈനസ് ആർ, ദാറ്റ് ഈസ് എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ റേസ് ടു ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 672 ആണ്. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ ക്യൂബ് ഈസ് 672 ആണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. അതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ലിസൺ, നെക്സ്റ്റ് പ്രോബ്ലം. ദ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ് ഇൻ ദി binomial expansion x plus a all raised to n are
240, 720, 1080 respectively. 1080 respectively. Find x, a and n. Okay. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം എക്സ് പ്ലസ് എ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്ന അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനിൽ സെക്കൻഡും തേർഡും ഫോർത്ത് ടേംസ് ഇതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ 3 കണ്ടീഷൻ കൊണ്ട് നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ആ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് 3 അൺനോൺ ഉണ്ട് എക്സ് എ ആൻഡ് എൻ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കട്ടോ, ജനറൽ ടേമിനുള്ള ഇക്വേഷൻ എന്താ? ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ശരിയല്ലേ? ഇവിടുത്തെ എക്സ്പാൻഷൻ എന്താണ്? ഇവിടുത്തെ എക്സ്പ്രഷൻ എന്താ? എക്സ് പ്ലസ് എ ഓൾ റേസ് ടു എൻ എന്നല്ലേ ഇവിടുത്തെ എക്സ്പ്രഷൻ, ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ സ്ഥാനത്ത് എക്സ് ആണ്, ബിന്റെ സ്ഥാനത്ത് എ ആണ്. അപ്പോൾ ആർ പ്ലസ് 1 ടേം ജനറൽ ടേം നമുക്ക് എങ്ങനെ എഴുതാം? എന്നിന്റെ സ്ഥാനത്ത് എൻ തന്നെയാണ് അല്ലേ? അപ്പൊ എൻ സി ആർ എന്റെ സ്ഥാനത്ത് എക്സ് ആണ്, എക്സ് റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ബിന്റെ സ്ഥാനത്ത് എ ആണ് കേട്ടോ. അപ്പൊ എ റേസ് ടു ആർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ പഠിച്ച ഈ ഒരു എക്സ്പാൻഷന്റെ ജനറൽ ടേം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് നോക്കിയേ. രണ്ടാമത്തെ ടേം 240 ആണ്, മൂന്നാമത്തെ ടേം 720 ആണ്, നാലാമത്തെ ടേം 1080 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കട്ടോ, നമുക്ക് തന്നിട്ടുള്ളത് രണ്ടാമത്തെ ടേം T2 is equal to 240, T3 is equal to 720 and T4 is equal to 1080. ശ്രദ്ധിക്കടാ. അപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോഴേ രണ്ടാമത്തെ ടേം നമ്മൾ എന്ത് യൂസ് ചെയ്ത് എഴുതാ? 1 യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് 1 കുറയ്ക്കുക, 1 യൂസ് ചെയ്തിട്ട് എഴുതാ. ആ 1 യൂസ് ചെയ്ത് എഴുതുമ്പോൾ എന്താവും? NC1 x raised to n minus 1 a raised to 1, that is a raised to 1 is a. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ തന്നിട്ടുള്ള 240 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ 3 minus 1, that is 2 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് NC2 x raised to n minus 2 a raised to 2 is equal to 720, that is equation number 2. ക്ലിയർ അല്ലേ? സിമിലർലി T4 എന്ന് പറയുമ്പോൾ 3 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് NC3 x raised to n minus 3 a cube is equal to 1080, ഇക്വേഷൻ നമ്പർ 3. ഇപ്പം നമുക്ക് ഇവിടെ 3 ഇക്വേഷൻ ഉണ്ട്, 3 അൺനോൺ ഉണ്ട്. ഏതൊക്കെ അൺനോൺ? n അറിയില്ല, x അറിയില്ല, a അറിയില്ല. ഇത് 3 കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ചെയ്യാൻ പോണത് ശ്രദ്ധിക്കട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യാൻ പോണതേ ഈ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാണ്. ഓക്കെ, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? NC2 x raised to n minus 2 a square divided by NC1 x raised to n minus 1 into a is equal to 720 divided by 240 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഈ NC2 ഞാൻ മാറ്റി എഴുതാം കേട്ടോ. ശ്രദ്ധിക്കട്ടെ നല്ലോണം. ഞാൻ ഈ NC2 ഞാൻ എങ്ങനെ മാറ്റി എഴുതാ? NC2 എങ്ങനെ എഴുതാം? നമുക്ക് സാധാരണ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇനി ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ NC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 അല്ലേ? അപ്പൊ 2 ടേം എഴുതണം, n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2, അതല്ലേ NC2. അങ്ങനെ ആലോചിച്ചാലും മതിയല്ലോ. അതായത് നമ്മൾ സാധാരണ 5C2 എങ്ങനെ ചെയ്യാം? 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. അതേപോലെ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. ഓക്കെ, ഇൻറ്റു എക്സ് റേസ് ടു ഇവിടെ ശ്രദ്ധിക്കട്ടെ ഓൾ ഡിവൈഡഡ് ബൈ ഈ NC1 എന്ന് പറയുന്നത് എന്താണ്? n ആണ്. ക്ലിയർ അല്ലേ? ഇൻറ്റു ഇനി ശ്രദ്ധിക്കട്ടെ ഇൻറ്റു ഇവിടെ എക്സ് റേസ് ടു n മൈനസ് 2 ഉണ്ട്, ഇവിടെ എക്സ് റേസ് ടു n മൈനസ് 1 ഉണ്ട്. അതെന്ത് ചെയ്യാം? ഈ എക്സ് റേസ് ടു a ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ബിനെ നമ്മൾ എങ്ങനെ എഴുതാ? എക്സ് റേസ് ടു a മൈനസ് ബി എന്നല്ലേ എഴുതാ? ശരിയല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ശ്രദ്ധിക്കട്ടോ, ഇവിടെ n മൈനസ് 2 ഉണ്ട്. അപ്പൊ ഇവിടെ n മൈനസ് 2 മൈനസ് n മൈനസ് 1 എന്ന് വരും. ക്ലിയർ അല്ലേ? അതായത് എക്സ് റേസ് ടു n മൈനസ് 2 മൈനസ് n മൈനസ് 1
അപ്പോൾ n-2 -n + 1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഈ n-ഉം -n-ഉം ക്യാൻസൽ ചെയ്യാം. -2ഉം 1ഉം വന്നു കഴിഞ്ഞാൽ എന്താ വരിക? -2 + 1 ഈസ് -1 എന്നാ വരിക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക? x⁻⁻1 എന്ന് കിട്ടും. അതായത് ഇതേ ഡിവൈഡഡ് ബൈ ഇതാണ് x⁻⁻1. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടാ, ഇനി ഇവിടെ a² ഡിവൈഡഡ് ബൈ a അല്ലേ? അപ്പൊ ഈ a²ഉം aയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു a എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 720 ഡിവൈഡഡ് ബൈ 240 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും 0യും ക്യാൻസൽ ചെയ്യാം. 24 എത്രയാ? 48. 48 24ഉം 72 ആണ്. അപ്പോൾ ഇവിടെ 24ഉം 72ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഈ n-ഉം n-ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ ബാക്കി വരിക? ശ്രദ്ധിക്കട്ടോ, n-1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവിടെ a x⁻⁻1നെ a/x എന്ന് എഴുതി കൂടെ, 1/x എന്ന് എഴുതി കൂടെ. അപ്പോൾ a/x is equal to 3 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ a/x is equal to 2 into 3, that is 3 into 2 divided by n-1 എന്ന് വരും. ക്ലിയർ? that is a/x is equal to 6 divided by n-1 എന്ന് വരും. 6 divided by n-1. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ, നമ്മൾ 3 വരെയിലെത്തി ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് നമ്മൾ ബോർഡിൽ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല വൃത്തിയിൽ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അടുത്ത് ചെയ്യാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കട്ടോ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇതിങ്ങനെ എല്ലാം കൂടെ കാണുമ്പോൾ ടെൻഷൻ ആവേണ്ട, സിമ്പിളാണ് കാര്യം. ഇപ്പം നമ്മൾ ഇക്വേഷൻ 2/1 അല്ലേ ചെയ്ത്, ഇനി അടുത്ത് എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 3/2 ചെയ്യാണ് കേട്ടോ. ഇക്വേഷൻ 3/2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയേ? nc3 ഇൻറ്റു x⁻⁻3 ഇൻറ്റു a³ ഡിവൈഡഡ് ബൈ nc2 ഇൻറ്റു x⁻⁻2 ഇൻറ്റു a² is equal to 1080 ഡിവൈഡഡ് ബൈ 720. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, nc3നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ശ്രദ്ധിക്കേ, nc3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? n ഇൻറ്റു n-1 ഇൻറ്റു ഓരോന്ന് കുറച്ച് പോകണം. എത്ര ടേം എഴുതണം? 3 ടേം എഴുതണം. അപ്പോൾ n-2 വരെ എഴുതണം. ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഓൾ ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കട്ടോ, ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ nc2നെ നമുക്ക് എങ്ങനെ എഴുതണം? n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്നേ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, കഴിഞ്ഞിട്ടില്ല, ദാറ്റ് ഈസ് ഇൻറ്റു ഇവിടെ x⁻, ശ്രദ്ധിക്കട്ടോ, n-3 ഡിവൈഡ് ബൈ n-2 അല്ലേ? അപ്പോൾ n-3 മൈനസ് n-2 എന്ന് വരും. ദാറ്റ് ഈസ് n-3 മൈനസ് n പ്ലസ് 2 എന്ന് വരും. n-ഉം -n-ഉം ക്യാൻസൽ ചെയ്യാം. -3 + 2 എന്ന് പറയുമ്പോൾ -1 ആണ് വരിക. അപ്പോൾ x⁻⁻1. ഈ a³ a² ക്യാൻസൽ ചെയ്യാം. അതായത് ക്യൂബും ഈ a² മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ a എന്നുണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1080 ഡിവൈഡഡ് ബൈ 720 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഇതൊക്കെ മായ്ച്ചു കളയണതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ഈ n-ഉം ഈ n-ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? ഈ n-1ഉം ഈ n-1ഉം ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? ഈ 1 ഇൻറ്റു 2ഉം 1 ഇൻറ്റു 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത് നോക്കിയേ? ബാക്കി എന്താ ഉള്ളത് നോക്കിയേ? n-2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു a/x, x⁻⁻1 എന്ന് പറഞ്ഞാൽ a/x. ഇനി ഇതിനൊന്ന് ചെറുതാക്കി നോക്കിയേ. ഏത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം? 24 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? 36 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. 36 വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 36 72 ആണ്. 72 36 എത്രയാണ്? 78ഉം 108 ആണ്. അപ്പോൾ 36 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് 36 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ 3/2 എന്ന് വരും കേട്ടോ. 3/2.
ക്ലിയർ? 3/2 എന്ന് വരും. ഇനി അപ്പോൾ ഇവിടെ നമുക്കിവിടെ എന്ത് എഴുതാം? a/x is equal to 3 into 3 divided by, ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, n-2 ഇങ്ങോട്ട് വരുമ്പോൾ n-2 എന്ന് വരും. ദാറ്റ് ഈസ് a/x is equal to 9/2 into n-1 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 വരെ വൃത്തിയിൽ ആദ്യം ഒന്ന് എഴുതി വെക്കട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് മായ്ച്ച് കളയുന്നുണ്ട്, അത് നിങ്ങൾ ഇതാവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് വീഡിയോ ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5ഉം കിട്ടിയില്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, അപ്പം നമ്മുടെ ആവശ്യം എന്താ? എക്സ്, എ, എൻ, ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ 5ഉം 4ഉം കിട്ടിയില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചട്ടോ, ഞാൻ ഇവിടെ മായ്ച്ച് കളയാണ്, ഇതൊന്ന് മായ്ച്ച് കളയാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 5ഉം 4ഉം നോക്കിയേ, രണ്ടും ആക്ച്വലി ഇവിടെ a/x ആണ്, ഇവിടെ a/x ആണ്, ശരിയല്ലേ? അപ്പം നമുക്ക് ഇക്വേഷൻ 5ഉം 4ഉം ഇക്വേഷൻ 4ഉം 5ഉം ഇക്വേറ്റ് ചെയ്തൂടെ? അതായത് ഇതിന് രണ്ടിൻ്റെയും LHS സെയിം അല്ലേ? അപ്പോൾ അതിൻ്റെ RHS നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് 6 divided by n-1 is equal to 9 divided by 2 into n-1. ക്ലിയർ അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 6 12 into n-1 is equal to 9 into n-1 എന്ന് വരും. സോറി, ഇവിടെ n-1 അല്ലല്ലോ, ഇത് n-2 അല്ലേ? ഇത് n-2, ഇവിടെ n-2, ഇവിടെ n-2 ആ വരട്ടാ. ഓ, മാറിപ്പോയി. അപ്പോൾ ഇവിടെ n-2 ആ വരിക അല്ലേ? അപ്പോൾ 12 into n-2 ആ വരിക അല്ലേ? 12 into n-2. ഓക്കെ. ഇനി ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ, അവിടെ n-2 ആണ്. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഞാൻ എഴുതിയപ്പോൾ തന്നെ ആലോചിച്ചിട്ടുണ്ടാവും, എന്താ സാറേ എഴുതിയ തെറ്റിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് സംഭവം ഞാൻ ഇവിടെ n-2 എഴുതി, ഇവിടെ എടുത്ത് എഴുതിയപ്പോൾ n-1 ആയി പോയതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും? സാറേ അവിടെ തെറ്റിയിട്ടുണ്ട്, അതൊന്ന് സാർ n-1 ആണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ കറക്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 12 into n-2 ഈക്വൽ ടു 9 into n-1 അല്ലേ? ഇനി ഇതിനകത്ത് n മാത്രമല്ലേ ഉള്ളൂ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടും. 12 into n 12n മൈനസ് 2 into 12 24 ഈസ് ഈക്വൽ ടു 9 into n 9n മൈനസ് 9 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 12n മൈനസ് 9n ഈസ് ഈക്വൽ ടു മൈനസ് 24, അങ്ങോട്ട് പോകുമ്പോൾ 24 മൈനസ് 9 എന്ന് വരും. 12 9 പോയി കഴിഞ്ഞാൽ 3n is equal to 24 9 പോയി കഴിഞ്ഞാൽ 15. അപ്പോൾ n is equal to 15/3, that is equal to 5. That is n is equal to 5. അപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, n-ന്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ n-ന്റെ വാല്യൂ 5 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ശ്രദ്ധിക്കട്ടോ, ഇനി അടുത്തത് എയും ബിയോ അല്ല എയും എക്സും കണ്ടുപിടിക്കണ്ടേ? n-ന്റെ വാല്യൂ കിട്ടി, ഇനി ഫൈൻഡ് എക്സ്, എ ആൻഡ് n എന്നല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻ്റെയും എക്സിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ ഇക്വേഷൻ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ 1 എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം അല്ലേ? അപ്പോൾ NC1 അല്ലേ? NC1 x raised to x into a raised to എന്തായിരുന്നു ഇക്വേഷൻ നമ്പർ 1? NC1 ജസ്റ്റ് മിനിറ്റ് കേട്ടോ. NC1 x raised to n-1 into a അല്ലേ? x raised to n-1 into a is equal to 240. ഇതായിരുന്നില്ല ഇക്വേഷൻ നമ്പർ 1. നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്, അതാണ് NC1 into x raised to n-1. ഇപ്പം നമുക്ക് n-ന്റെ വാല്യൂ കിട്ടിയില്ലേ? പക്ഷെ n-ന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 4 കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, കാരണം ഇവിടെ എയും എക്സും ഇല്ലേ, 2 അൺനോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കട്ടോ, അപ്പോൾ NC1 into x raised to n-1 into a is equal to 240 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ n-ന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ശ്രദ്ധിക്കേ, അപ്പോൾ ഇവിടെ ഞാനിത് മായ്ച്ച് കളയാണ് കേട്ടോ. ഇനി നമുക്കിവിടെയും ഈ ഇക്വേഷനകത്തും 2 അൺനോൺ എക്സും എ ഉണ്ട്.
ഈ ഇക്വേഷനകത്തും രണ്ട് അൺനോൺ എക്സും എയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അറിയാം, ഈ ഇക്വേഷൻ 4-ൽ നിന്ന് ശ്രദ്ധിക്കട്ടെ, ഇക്വേഷൻ 4-ൽ നമുക്ക് എന്ത് ചെയ്യാം, a/x is equal to 6 divided by n-1. n-ന്റെ വാല്യൂ 5 കിട്ടിയില്ലേ, അപ്പോൾ 5 - 1 എന്ന് എഴുതിക്കൂടെ. അതായത് a/x is equal to 6 divided by 4 എന്ന് കിട്ടൂലേ. ദാറ്റ് ഈസ് a/x is equal to 3/2 എന്ന് കിട്ടൂലേ. ദാറ്റ് ഈസ് a is equal to 3/2x എന്ന് കിട്ടൂലേ. കിട്ടും. ആ എന്റെ വാല്യൂ എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ. അതായത് nc1 ദാറ്റ് ഈസ് 5c1, എക്സിന്റെ വാല്യൂ x⁻n-1, എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു എക്സ്. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 240. എക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, 3/2x എന്ന് കൊടുത്തു. 5c1ന്റെ വാല്യൂ എന്താ, 5 തന്നെയാണ്. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് ഇനി x⁻n-1, ഇത് x⁻1 അല്ലേ, അപ്പോൾ x⁻n-1 സോറി എന്നിന്റെ വാല്യൂ നമുക്ക് അറിയാലോ, എന്തിനാണ് n-1 എന്ന് എഴുതണേ. x⁻n-1 ദാറ്റ് ഈസ് x⁻5 - 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x⁻4 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ x⁻4 ഇൻറ്റു x⁻1 ദാറ്റ് ഈസ് x⁻5 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 3/2 ഈസ് ഈക്വൽ ടു 240 എന്ന് വരും. അപ്പോൾ x⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 എന്ന് വരും. ക്ലിയർ അല്ലേ. ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഞാൻ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. നമ്മൾ 5 24-ൽ 4 പ്രാവശ്യം, ശരിയല്ലേ. ഇനി 40-ൽ 8 പ്രാവശ്യം, 48. ക്ലിയർ. ഇനി 3 48-ൽ 16 പ്രാവശ്യം, 16 ഇൻറ്റു 2 32 എന്ന് കിട്ടും. അപ്പോൾ x⁻5 is equal to 32 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, x⁻5 is equal to 32നെ നമുക്ക് 2⁵ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, x⁻5 is equal to 2⁵. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായി, 2 ആയി. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എന്ത് കിട്ടണം, എന്റെ വാല്യൂ കിട്ടണം. ഈ എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, a is equal to 3/2x ആണ്. a is equal to 3/2x ആണ്. അപ്പോൾ a is equal to 3/2x എന്നല്ലേ. ദാറ്റ് ഈസ് a is equal to 3/2 ഇൻറ്റു എക്സിന്റെ വാല്യൂ 2. ദാറ്റ് ഈസ് 2 and 2 get cancelled. ദാറ്റ് ഈസ് a is equal to 3. ക്ലിയർ അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ബോർഡിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ഞാൻ പക്ഷേ ചെറുതാക്കിയപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ചെറുതാക്കിയൊക്കെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് കേൾക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ക്യാമറയിലാവുമ്പോൾ നമുക്കിത് വലുതാക്കി തന്നെ എഴുതണം. കുറച്ചൊക്കെ വലുതാക്കി എഴുതണം, നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് ഇക്വേഷൻസ്. അപ്പോൾ ആദ്യം ജനറൽ ടേം എഴുതി. ജനറൽ ടേം ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ പറയാൻ കേട്ടോ, ശ്രദ്ധിക്കുക നല്ലോണം. ആദ്യം ജനറൽ ടേം എഴുതി. ജനറൽ ടേം എഴുതിയതിന് ശേഷം നല്ലോണം ശ്രദ്ധിക്കുക, അതിനകത്ത് സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും. അപ്പോൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1 2 3 3 ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ 2/1 ചെയ്യുന്നു, a/x ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ 3/2 ചെയ്യുന്നു, a/x വേറെ ഒരു ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷനും നമ്മൾ ഇക്വേഷൻ 4 and 5 എന്ന് കൊടുക്കുകയാണ്. രണ്ടിലും a/x is equal to എന്നാണ്. അപ്പോൾ നമ്മൾ ആ a/xന്റെ ടേം രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് n മാത്രമേ ഉണ്ടാവുള്ളൂ. ആ n മാത്രം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, നമുക്ക് 5 കിട്ടി. പിന്നെ നമ്മൾ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ 1-ൽ nc1 ഇൻറ്റു x⁻n-1 ഇൻറ്റു a is equal to 240 എന്നാണ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 1-ൽ അതേപോലെ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ അറിയാം, a/x is equal to 6/n-1 ആണ്. ഈ നാലാമത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നാലാമത്തെ ഇക്വേഷനിൽ എക്സിന് നമ്മൾ ഇവിടെ അല്ല, അത് ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, നമ്മൾ എഴുതി മായ്ച്ചു കളഞ്ഞൊന്നും തോന്നൂല. അപ്പോൾ ഇല്ല തന്നെ സോറി ഇതല്ല, അത് നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. a/x is equal to 6/n-1 എന്നാണ്. അപ്പോൾ a/x equal to 6/n-1 ആണെങ്കിൽ ആ n-ന്റെ 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a/x is equal to 3/2 എന്ന് കിട്ടും, a is equal to 3/2x എന്ന് കിട്ടും. അതായത് a-നെ നമ്മൾ എക്സിന്റെ ടേമിലാക്കി. അതെന്ത് ചെയ്യാണ്, നമുക്ക് ആ എക്ക് പകരം 3/2x എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി n-നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എക്സിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പം നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ എക്സിന്റെ വാല്യൂ a is equal to 3/2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a-ന്റെ വാല്യൂ കിട്ടുന്നു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ, കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല, നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരണമെന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ ലിസൺ. ദ കോഎഫിഷ്യൻസ്, നെക്സ്റ്റ് പ്രോബ്ലം. ദ കോഎഫിഷ്യൻസ് ഓഫ് 3
consecutive terms in the expansion 1 plus a all raised to n are in the ratio 1:7:42. Find n. n ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രോബ്ലം ആട്ടോ, സിമ്പിൾ പ്രോബ്ലം. The coefficients of 3 consecutive terms in the expansion 1 plus a all raised to n are in the ratio 1:7:42. ടേംസ് നല്ലോണം ശ്രദ്ധിക്കുക. ടേംസ് റേഷ്യോ അല്ല പറഞ്ഞിട്ടുള്ളത്. ദ കോഎഫിഷ്യൻസ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ്, തൊട്ടടുത്തുള്ള 3 ടേംസിന്റെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ ടേം എഴുതല്ലേ അല്ലേ. അപ്പോൾ ആദ്യം ടി ആർ പ്ലസ് 1 ഇക്വേഷൻ എന്താ, എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ, ഇതല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കട്ടോ, അപ്പൊ ഇവിടെ 1 പ്ലസ് എ ദ ഹോൾ റേസ് ടു എൻ, ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ ടി ആർ പ്ലസ് 1 എന്തായിരിക്കും, ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ സി ആർ, എന്റെ സ്ഥാനത്ത് 1 ആണ്, 1ന്റെ പവറിൽ എന്ത് വന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ബി റേസ് ടു ആർ, ദാറ്റ് ഈസ് എ റേസ് ടു എൻ, സോറി എ റേസ് ടു എൻ അല്ല, എ റേസ് ടു ആർ. അതായത് എന്റെ സ്ഥാനത്ത് 1 ആണ്, ബിന്റെ സ്ഥാനത്ത് എ ആണ്. അപ്പോൾ ബി റേസ് ടു ആർ എന്നുള്ളത് എ റേസ് ടു ആർ എന്നായി. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ജനറൽ ടേം എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ എന്നാണ് പറഞ്ഞത്. അപ്പൊ കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുമ്പോഴേ അതുകൊണ്ട് ശ്രദ്ധിക്കട്ടോ, കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് അടുത്തടുത്തുള്ള 3 ടേംസ് എന്നാ. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താ അറിയോ, ആർ മൈനസ് 1, ആർ പ്ലസ് 1, ഇത് 3ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ആർ മൈനസ് 1 തൊട്ടടുത്തത് പ്ലസ് 1, ആർ മൈനസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ആറായി, ആർ പ്ലസ് 1 ആയി. അപ്പൊ തൊട്ടടുത്തുള്ള 3 പോയിന്റ്സ്, സോറി തൊട്ടടുത്തുള്ള 3 ടേംസ് എന്ന് പറയുമ്പോൾ ആർ മൈനസ് 1th ടേം, ആർത്ത് ടേം ആൻഡ് ആർ പ്ലസ് 1th ടേം എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ എല്ലാം കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ടി ആർ മൈനസ് 1, ശ്രദ്ധിക്കട്ടോ, ടി ആർ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളതിന്റെ 1 കുറച്ചിട്ടല്ലേ ഇവിടെ എഴുതണ്ടേ. അപ്പൊ ടി ആർ മൈനസ് 1, ആർ മൈനസ് 1 എന്ന് 1 പോയാൽ എന്താവും, ആർ മൈനസ് 2 ആവും. അപ്പൊ എൻ സി ആർ മൈനസ് 2 എ റേസ് ടു ആർ മൈനസ് 2 എന്ന് വരും. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി ടി ആറോ, ടി ആർ എന്ന് പറയുമ്പോൾ ഇവിടെ ആറാണ്, അപ്പൊ ആർ മൈനസ് 1 യൂസ് ചെയ്തിട്ട് എഴുതണം, എൻ സി ആർ മൈനസ് 1 എ റേസ് ടു ആർ മൈനസ് 1 എന്ന് വരും. ക്ലിയർ. ഇനി ടി ആർ പ്ലസ് 1 ടി ആർ പ്ലസ് 1 എന്ന് 1 പോയാൽ 6, അപ്പൊ 6 യൂസ് ചെയ്ത് എഴുതണം, എൻ സി ആർ എ റേസ് ടു ആർ എന്ന് വരും. ക്ലിയർ. അപ്പൊ ഇവിടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ എ എന്ന് പറയുന്നതാണ് ഇവിടെ ടേം, അതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എൻ സി ആർ മൈനസ് 2, എൻ സി ആർ മൈനസ് 1, എൻ സി ആർ. അപ്പൊ ഈ 3 റേഷ്യോ, 3 കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ആണ് 1:7:42 എന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് എൻ സി ആർ മൈനസ് 2 ഈസ് ടു എൻ സി ആർ മൈനസ് 1 ഈസ് ടു എൻ സി ആർ ഇസ് ഈക്വൽ ടു 1:7:42. ക്ലിയർ അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, ആദ്യത്തെ 2 ഞാൻ എടുക്കാം കേട്ടോ, എൻ സി ആർ. അപ്പൊ ആദ്യത്തെ 2 എടുക്കുമ്പോൾ എൻ സി ആർ മൈനസ് 2 ഡിവൈഡഡ് ബൈ എൻ സി ആർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 1/7 എന്ന് എനിക്ക് കിട്ടൂലേ. ശരിക്കും കിട്ടൂലേ, കിട്ടും. ഇനി ഞാനതൊന്ന് മാറ്റി എഴുതാണ് കേട്ടോ. അപ്പൊ എൻ സി ആർ മൈനസ് 2 എന്ന് പറയുമ്പോഴേ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് 2 ഫാക്ടോറിയൽ, ഇങ്ങനെയല്ലേ വരിക. അതായത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ക്ലിയർ. ഓൾ ഡിവൈഡഡ് ബൈ എൻ സി ആർ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7 എന്ന് കിട്ടും. ക്ലിയർ. ഈ എൻ ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഈ ടേം നേരെ മേലോട്ട് വരും, ശരിയല്ലേ. അതായത് ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഈ എൻ മൈനസ് ആർ പ്ലസ് 1 എന്നാ വരിക, ശരിയല്ലേ. ഇത് എൻ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ എന്നാ വരിക, ഓൾ ഡിവൈഡഡ് ബൈ
ഇതോ ആർ മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇത് എൻ മൈനസ് ആർ മൈനസ് 2 ഫാക്ടോറിയൽ എന്നാ വരിക, സോറി പ്ലസ് 2 ഫാക്ടോറിയൽ എന്നാ വരിക. ക്ലിയർ അല്ലേ? എൻ മൈനസ് ആർ മൈനസ് ഇൻറ്റു മൈനസ് 2 പ്ലസ് 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടോറിയലിന്റെ കോമൺ ടേംസ് ഉണ്ടല്ലോ, ഈ ഫാക്ടോറിയലിന്റെ കോമൺ ടേംസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അപ്പൊ ഇവിടെ ആർ മൈനസ് 1 ഒന്ന് പോയാൽ ആർ മൈനസ് 2 ആയി അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. അപ്പൊ ആർ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 2 ഫാക്ടോറിയൽ. ക്ലിയർ അല്ലേ? ഇനി ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ആർ മൈനസ് 2 ഫാക്ടോറിയൽ അവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോണ്ടേ. ഇനി ശ്രദ്ധിക്കട്ടാ, ഇനി എൻ മൈനസ് ആർ പ്ലസ് 2 ഇതിൽ നിന്ന് ഒന്ന് പോയാൽ എൻ മൈനസ് ആർ പ്ലസ് 1 ആയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി എഴുതണം. എൻ മൈനസ് ആർ പ്ലസ് 2 ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. ഇതിനെ ഞാൻ മാറ്റി എഴുതി ഇങ്ങനെ, കാരണം ഇവിടെ മേലുള്ളത് എൻ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ആണ് മേലുള്ളത്, ഈക്വൽ ടു 1/7 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെ ആർ മൈനസ് 2 ഫാക്ടോറിയലും ആർ മൈനസ് 2 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം, ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? ബാക്കി എന്താ ഉണ്ടാവുക എന്നറിയാം? ബാക്കി എന്താ ഉണ്ടാവുക? ആർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 1/7 എന്നുണ്ടാവും. ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 ഇൻറ്റു ആർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് 2 എന്ന് വരും. ദാറ്റ് ഈസ് 7r മൈനസ് 7 ഇസ് ഈക്വൽ ടു എൻ മൈനസ് ആർ പ്ലസ് 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി 7r ശ്രദ്ധിക്കട്ടോ, 7r ഇനി 7r ഈ n ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മൈനസ് ആർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആർ, ഈ n ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് n ഈക്വൽ ടു 2 മൈനസ് 7 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് 7. അപ്പൊ 7r പ്ലസ് ആർ 8r മൈനസ് n ഇസ് ഈക്വൽ ടു 9. ഇത് ഇക്വേഷൻ നമ്പർ 1. 8r അതായത് നമ്മൾ ഈ റേഷ്യോനകത്ത് ഫസ്റ്റത്തെ രണ്ട് ടേമിന്റെ ആ റേഷ്യോ എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? 8r മൈനസ് n ഇസ് ഈക്വൽ ടു 9 എന്നാ നമുക്ക് കിട്ടിയേ. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാലും ശ്രദ്ധിക്കട്ടോ, സിമ്പിളാണ്, കുറച്ച് ഇങ്ങനെ ചെയ്തു പോകണമെന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ ഫാക്ടോറിയലിന്റെ ഇങ്ങനെ ഈ സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത എന്താണ്? ഇനി അടുത്ത ഇതേപോലെ ഇപ്പൊ ആദ്യത്തെ 2 എടുത്തില്ലേ 1/7, ഇനി അടുത്ത 2 എടുക്കണം. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ കേട്ടോ. ഞാനിത് മായ്ച്ചു കളയാണ്. ഇതൊക്കെ എറേസ് ചെയ്ത് കളഞ്ഞു കേട്ടോ, കാരണം നമുക്ക് സ്ഥലം വേണ്ട എഴുതാന്. ഇനി അടുത്ത ഇതിൽ നിന്ന് ബാക്കി 2 എടുത്ത് എഴുതി കഴിഞ്ഞാൽ NCr മൈനസ് 1 ഡിവൈഡഡ് ബൈ NCr ഇസ് ഈക്വൽ ടു 7/42 എന്ന് വരും. 7/42. ക്ലിയർ അല്ലേ? 7/42 എന്ന് വന്നല്ലോ. ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഓക്കെ, NCr minus 1 that is n factorial divided by r minus 1 factorial into n minus r minus 1 factorial all divided by ഇത് n factorial divided by r factorial into n minus r factorial that is equal to 7/42. 42 എത്ര 7 ഉണ്ട്? 6 അല്ലേ? അപ്പോൾ 1/6. ഓക്കെ, ഇനി ഇവിടെ n ഫാക്ടോറിയലും n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തൂടെ? ചെയ്യാം. ഇനി എന്താ വരിക? ശ്രദ്ധിക്കട്ടാ, ഇനി ഈ ടേം നേരെ മേലോട്ട് അങ്ങോട്ട് വരും. ദാറ്റ് ഈസ് r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഓൾ ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ ശ്രദ്ധിച്ചോ. ഇവിടെ ആർ ഫാക്ടോറിയൽ അല്ലേ, ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ആർ മൈനസ് 1 ആയില്ലേ? അപ്പോൾ ആർ ഇൻറ്റു ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ മേലെടുത്ത് അവിടെ നിൽക്കട്ടെ n മൈനസ് ആർ ഫാക്ടോറിയൽ ആയിട്ട് തന്നെ നിൽക്കട്ടെ, ഓൾ ഡിവൈഡഡ് ബൈ ഈ താഴത്തത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ആർ മൈനസ് 1 ഫാക്ടോറിയൽ. ഈ n മൈനസ് ആർ പ്ലസ് 1 ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് എന്താവും? n മൈനസ് ആർ ആവും.
അപ്പോൾ അത്രയും ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1/6 എന്ന് വരും. ഇവിടെ r-1 ഫാക്ടോറിയലും r-1 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. മനസ്സിലാവുണ്ടോ മക്കളെ? സിമ്പിളാണ്. ഇനി ഇതും ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? r ഡിവൈഡഡ് ബൈ n-r പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/6 എന്നുണ്ടാവും. ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6r is equal to n-r plus 1. അപ്പോൾ ഇവിടെ 6r, then ഈ മൈനസ് ആർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആർ, n ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് n ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ശരിയല്ലേ? ഇനി 6r plus r 7r minus n is equal to 1 എന്ന് വരും. 7r minus n is equal to 1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ലിസൺ. അപ്പം നമുക്കിവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പം നമുക്കിവിടെ നിങ്ങൾ ഈ 2 ഇക്വേഷൻ വരെ എഴുതി വെക്കട്ടോ. 2 ഇക്വേഷൻ വരെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ. ഇത് ഞാൻ എല്ലാം ഇനി മായ്ച്ചു കളയാണ്. ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 2 ഇക്വേഷനും ഇവിടെ എടുത്ത് എഴുതാണ്. ഇനി ആ ഇക്വേഷൻ മാത്രം മതി. നമ്മുടെ ആവശ്യം എന്താ? എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ? അവ ശ്രദ്ധിക്കട്ടോ. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 ഏതാ? ഇക്വേഷൻ നമ്പർ 1 8r minus n is equal to 9. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് 7r minus n is equal to 1. ഇത് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഇനി ഈ 2 ഇക്വേഷനും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്നിന്റെ ഇപ്പോൾ ഇവിടെ 2 ഇക്വേഷനാണ് ഉള്ളത്. 2 അൺനോൺ ഉണ്ട്, n ഉണ്ട്, r ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ മൈനസ് n, ഇവിടെ മൈനസ് n ഇല്ലേ? ഞാൻ ഇക്വേഷൻ 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ പോവാണ്. 2 മൈനസ് ചെയ്യുമ്പോൾ 8r മൈനസ് 7r r എന്ന് വരും. ശരിയല്ലേ? മൈനസ് n മൈനസ് മൈനസ് n, അപ്പോൾ മൈനസ് n പ്ലസ് n എന്ന് വരും. അത് 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 1 എന്ന് പറയുമ്പോൾ 8 എന്ന് വരും. അപ്പോൾ r-ന്റെ വാല്യൂ 8 എന്ന് കിട്ടി. ശരിയല്ലേ? അത് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. 8r മൈനസ് 7r 6, മൈനസ് n മൈനസ് മൈനസ് n, അപ്പോൾ മൈനസ് n പ്ലസ് n എന്ന് വരും. ദാറ്റ് ഈസ് 0. അതായത് ഇത് 2 സെയിം ടേം അല്ലേ? ഇത് 2 സെയിം ടേം ആണ്. മൈനസ് ചെയ്യുമ്പോൾ 0 ആയി പോലെ. 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ r-ന്റെ വാല്യൂ 8 എന്ന് കിട്ടിയില്ലേ? ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ കിട്ടി. ക്ലിയർ? അത് നമുക്ക് ഇക്വേഷൻ 2ലോ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇക്വേഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം? 7r മൈനസ് n is equal to 1 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഈ n മൈനസ് n അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 7r മൈനസ് 1 is equal to n എന്ന് എഴുതി കൂടെ. ഈ 1 ഇങ്ങോട്ട് വരാം. ഓക്കെ, ഈ 1 ഇങ്ങോട്ട് വരാം. ഈ മൈനസ് n അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ n ആയി. അപ്പോൾ n-ന്റെ വാല്യൂ എന്താണ്? n is equal to 7r മൈനസ് 1 എന്നാണ്. n-ന്റെ വാല്യൂ 7r മൈനസ് 1 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7r, r-ന്റെ വാല്യൂ 7 into 8 മൈനസ് 1 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 8 എത്രയാ? 7 എത്രയാ? 56. ഓക്കെ, മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 55. അപ്പോൾ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ ഈസ് n is equal to 55. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. n is equal to 55 എന്ന് പറയുന്നതാണ്. n is equal to 55 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ n is equal to 55 കറക്റ്റായി. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരുന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുക. ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് കിട്ടുന്നതാണ്. ഓക്കെ, ലിസൺ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് x raised to 5 in x plus 3 all raised to 8. അപ്പോൾ x plus 3 all raised to 8 എന്ന് പറയുന്ന അതിൻ്റെ എക്സ്പാൻഷനിൽ x raised to 5ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ ടേം എന്താണ്? tr plus 1 is equal to ncr a raised to n minus r b raised to r. ഇതല്ലേ ജനറൽ ടേം? ഓക്കെ, ഇവിടെ
എക്സ് പ്ലസ് 3 ഓൾ റേസ് ടു 8 എന്നല്ലേ? അതായത് എന്റെ സ്ഥാനത്ത് എക്സ് ആണ്, ബിന്റെ സ്ഥാനത്ത് 3 ആണ്, എന്നിന്റെ സ്ഥാനത്ത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ജനറൽ ടേം TR+1 is equal to NCR, that is 8CR. ഇനി എന്റെ സ്ഥാനത്ത് എക്സ് ആണ്, അപ്പൊ എക്സ് റേസ് ടു 8 മൈനസ് R. ബിന്റെ സ്ഥാനത്ത് 3 ആണ്, 3 റേസ് ടു R എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി നല്ലോണം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആറിന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5. എക്സിന്റെ പവറിൽ എന്ത് വരണം? 5 വരണം. അപ്പൊ എക്സിന്റെ പവറിൽ ഇവിടെ എന്താണ്? 8 മൈനസ് ആർ ആണ്. 8 മൈനസ് ആർ എന്താവണം? 5 ആവണം. ക്ലിയർ? 8 മൈനസ് ആർ 5 ആവണമെങ്കിൽ R is equal to 8 minus 5, that is equal to 3. അപ്പൊ ആറിന്റെ വാല്യൂ 3 ആയാലാണ്, ശ്രദ്ധിക്കുക, ആറിന്റെ വാല്യൂ 3 ആയാലാണ് എന്തുണ്ടാവുക? ആറിന്റെ വാല്യൂ 3 ആയാലാണ് എക്സ് റേസ് ടു 5 എന്ന് വരിക. അപ്പൊ ഞാൻ ആറിന് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്താവും? T3+1 അല്ല, T4 is equal to 8C3 into എക്സ് റേസ് ടു 8 മൈനസ് 3 into 3 റേസ് ടു 3 എന്ന് വരും. ദാറ്റ് ഈസ് 8C3 into 3 ക്യൂബ് ഇൻറ്റു എക്സ് റേസ് ടു 5 എന്ന് വരും. ഫോർത്ത് ടേം ആണ് ഈ ടേം വരുന്നത്. അപ്പൊ ഈ എക്സ് റേസ് ടു 5ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടേം മൊത്തത്തിൽ വരും. ക്ലിയർ അല്ലേ? ബൈനോമിയൽ കോഎഫിഷ്യന്റ് എന്നല്ല പറഞ്ഞു. ബൈനോമിയൽ കോഎഫിഷ്യന്റ് ആണെങ്കിൽ 8C3 എന്ന് മാത്രമേ വരുള്ളൂ. ബട്ട് ഹിയർ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കോഎഫിഷ്യന്റ് എന്താന്നുള്ളതാണ്. അപ്പൊ കോഎഫിഷ്യന്റ് എന്താണ്? 8C3 into 3 ക്യൂബ് ആണ് കോഎഫിഷ്യന്റ്. അപ്പൊ റിക്വയർഡ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5 is equal to 8C3 into 3 ക്യൂബ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 8C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 into 7 into 6, 3 അല്ലേ? 3 എഴുതണം. ഡിവൈഡഡ് ബൈ 1 into 2 into 3 into 3 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27. ക്ലിയർ? അപ്പൊ 2 into 3 6 ആണ്. 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ? അപ്പൊ 8 into 7 into 27 1512. That is the final answer. That is the coefficient of x raised to 5 in x plus 3 all raised to 8 is 1512. That is the final answer. Okay? അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Okay, listen, next problem. Find the coefficient of a raised to 5 into b raised to 7 in a minus 2b whole raised to 12. അപ്പോൾ a minus 2b all raised to 12 a raised to 5 into b raised to 7ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ സാധാരണ ജനറൽ ടേം ഇവിടെ ശ്രദ്ധിക്കട്ടോ, ലിസൺ. നമ്മൾ സാധാരണ ജനറൽ ടേം എന്താണ്? TR+1 is equal to NCR a raised to n minus r b raised to r. ഇതാണല്ലോ ജനറൽ ടേം, മറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ a plus minus 2b അങ്ങനെ എഴുതാട്ടോ. a minus 2b ആണ്, that is a plus minus 2b all raised to 12. ഇങ്ങനെയല്ലേ ഇപ്പൊ ഇക്വേഷൻ ഉള്ളത്? ഇതല്ല എക്സ്പാൻഷൻ. അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് a തന്നെയാണ്, ബിന്റെ സ്ഥാനത്ത് -2b ആണ്. അപ്പൊ ജനറൽ ടേം അതേപോലെ എന്നിന്റെ സ്ഥാനത്ത് 12 ആണ്. അപ്പൊ ജനറൽ ടേം TR+1 എങ്ങനെ എഴുതുക? 12CR a raised to n minus r, ബിന്റെ സ്ഥാനത്ത് -2b raised to r എന്ന് വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 12CR a raised to n minus r. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. -2 raised to r into b raised to r എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഈ -2 raised to r എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അത് കോഎഫിഷ്യന്റിന്റെ കൂടെ വരും, അത് ഇങ്ങോട്ട് എഴുതുക. അപ്പൊ 12CR a raised to n minus r b raised to r എന്ന് വരും. ഈ സോറി n നമുക്ക് വാല്യൂ അറിയാലോ, അപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിലില്ലാത്തതിന്റെ പ്രശ്നമാണ്. 12 അത് ക്ലാസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ ഒക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും അല്ലേ? അപ്പൊ ഇവിടെ 12 minus r into b raised to r എന്ന് വരും. ഓക്കെ, അപ്പൊ 12CR a raised to 12 minus r b raised to r എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ടേം എന്ന് പറയുന്നത്. ഓടെ സോറി ഇവിടെ ഒരു -2 ഉണ്ടല്ലേ? -2 raised to എല്ലാം വിട്ടുപോവാണല്ലോ. ദാറ്റ് ഈസ് 12CR
minus 2 raised to r a raised to 12 minus r b raised to r. ഇതാണ് ജനറൽ ടേം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഏതിന്റെ കോഎഫിഷ്യന്റാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? a raised to 5 b raised to 7. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് എന്ത് വരേണ്ടി വരും? ആറിന് 7 വരണ്ടേ? b raised to 7 എന്ന് പറഞ്ഞാൽ ആറിന് 7 വരണം. ആറിന് 7 വന്ന് നോക്കിയേ, b raised to 7 അല്ലെ? a raised to 12 minus 7 that is a raised to 5. അപ്പൊ a raised to 5 b raised to 7 എന്ന് വരണമെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ എന്താണ്? 7 എന്നാ വരണ്ടേ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആറിന്റെ വാല്യൂ, അപ്പോൾ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞതാണ് ഇതാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു 12cr minus 2 raised to r ആണ്. that is 12c ആറിന്റെ വാല്യൂ 7 into minus 2 raised to 7 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ that is equal to minus 2 raised to 7 minus 2 raised to 7 എന്ന് പറയുമ്പോഴേ ശ്രദ്ധിക്കട്ടാ, ഇവിടെ പവറിൽ എന്താണ്? 7 ഓഡ് നമ്പർ ആണ്. അപ്പൊ മൈനസിന്റെ പവറിൽ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി നെഗറ്റീവ്. ആ മൈനസ് ഞാൻ ഇവിടെ തുടക്കത്തിൽ എഴുതാണ് കേട്ടോ. മൈനസ് 12c 7 നമുക്ക് എന്ത് എഴുതാം? 12 minus 7 12c 5 എന്ന് എഴുതാലോ. ഇൻറ്റു 2 raised to 7 എന്ന് എഴുതാം. മൈനസ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്. ഇനി ഇത് 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 അവിടെ വരെ എത്തണ്ടേ? 1 2 3 4 5 5 എഴുതി. ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ക്ലിയർ അല്ലേ? ഇൻറ്റു 2 raised to 7 എന്തായിരിക്കും? 2 raised to 5 എന്താ? 32. 2 raised to 6 എന്താ? 32 into 2 64. Then 2 raised to 7 is 128. 64 plus 64, അതായത് 64 into 2 that is 128. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മളെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കണ്ട് ക്യാൻസൽ ചെയ്താലോ. 2 into 5 ഈ 10 ആണ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 3 into 4 ഈ 12 അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ വരിക? ബാക്കി 11 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 128 ദാറ്റ് ഈസ് മൈനസ് 101,376 മൈനസ് 101,376 മൈനസ് 101,376 that is the final answer. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത്, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ എല്ലാം ഇപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ജനറൽ ടേം വൃത്തിയായിട്ടാണ് എഴുതി വെക്കുക. എന്നിട്ട് ആറിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഈ ഒരു ടേം കിട്ടാൻ നോക്കുക. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് എഴുതുക. കോഎഫിഷ്യന്റ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാവുന്നതാണ്. ഓക്കെ.